സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ചാനൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇവിടെ റിലീസ് ചെയ്യുന്നത്. ഒന്ന് രാവിലെയുള്ള സെഷൻ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്, രണ്ടാമത്തേത് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്. എന്തായാലും രണ്ട് അപ്ഡേറ്റ്സും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മോർണിംഗ് ഉള്ള സെഷനിലാണ് ട്രേഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും അധികമായിട്ട് ഉൾപ്പെടുത്തണം എന്നാഗ്രഹമുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും ഭാഗങ്ങൾ ഒഴിവാക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിർദ്ദേശങ്ങൾ, ചോദ്യങ്ങൾ, ക്രിറ്റിക്സ് എന്തുമാകട്ടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം പ്രതീക്ഷയുണ്ട്. നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ LTI മൈൻട്രി അവരുടെ പ്രോഫിറ്റ് 1.2% ഈ വർഷം കുറയാണ് ചെയ്തിട്ടുള്ളത്. 1100 കോടിയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബോർഡ് മീറ്റിംഗിൽ 45 രൂപ ഡിവിഡൻറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് എന്താ പറയുക, ലോസ് ആണ്. അതായത് കഴിഞ്ഞ വർഷം ഈ സീസണിൽ Q4 ലോസ് ആയിരുന്നു. പക്ഷേ ഇത് ഈ ക്വാർട്ടറിൽ 7130 കോടിയുടെ പ്രോഫിറ്റാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ദെൻ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് RBIയുടെ ഒരു ഇൻസ്ട്രക്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പുതിയ കസ്റ്റമേഴ്സിനെ ഓൺലൈനായിട്ട് ആഡ് ചെയ്യാനോ ഒന്നും തന്നെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാനോ ഒന്നും തന്നെ പാടില്ല എന്ന രീതിയിൽ അവർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. സോ ഇതൊരു നെഗറ്റീവ് ന്യൂസാണ്. കൊട്ടക് മഹീന്ദ്ര. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് 6% ലോസ്, മീൻസ് പ്രോഫിറ്റ് ഡൗൺ ആയിരിക്കുന്നത്. 2406 കോടിയാണ് അവരുടെ ഈ പ്രാവശ്യത്തെ പ്രോഫിറ്റ് ഉള്ളത്. 6% ഇടിവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. 24 രൂപ റിസൾട്ട് അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിവിഡൻറ്റ് ഈ ക്വാർട്ടറിനെ ബേസ് ചെയ്തിട്ട്. സെയ്ദൂസ് ലൈഫ് സയൻസ് അവരുടെ സ്റ്റോക്ക് 2% ഇടിഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ഒരു മെഡിസിനെ കുറിച്ച് US FDA ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, അവർ മാനുഫാക്ചറിങ് യൂണിറ്റിനെ കുറിച്ച്. സോ അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ട്. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇതിൻ്റെ 4% സ്റ്റോക്ക് ഇടിഞ്ഞിരിക്കുന്നത്. കാരണം ഒരു പ്രതീക്ഷക്കൊത്ത് റിസൾട്ട് ഉയർന്നില്ല എന്ന് തന്നെയാണ്. വോഡാഫോൺ ഐഡിയ ഷെയർ പ്രൈസ് 5% വർദ്ധിച്ചിട്ടുണ്ട് Q4 ഇതിൽ. ടാറ്റ എലക്സൈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 4% ഇടിഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ റിസൾട്ട് പ്രതീക്ഷിച്ച പോലെ ഉയർന്നില്ല എന്നത് തന്നെയാണ്. LTI മൈൻട്രി അതേപോലെ 1.2% ഡിക്ലൈൻ സംഭവിച്ചിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഈ പ്രാവശ്യത്തേക്കുള്ള ഹൈലൈറ്റ്സ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി വായിച്ച ന്യൂസുകൾ തന്നെയാണ്. സോ നമുക്ക് മറ്റ് ഡാറ്റകൾ നോക്കാം. US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് 263 പോയിന്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ S&P 500 59 പോയിന്റ്സ് ഗ്രീനിലാണ്. നെസ്ഡാക്ക് 245 സൂപ്പർ ബുള്ളിഷ് ആയിട്ടാണ് പോകുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബുള്ളിഷാണ്. തന്നെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 22,419 ട്രേഡിംഗ് നടക്കുന്നത്. ഒരു 0.5 പോയിന്റിന്റെ ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ്. നിക്കി ആണെങ്കിൽ 907 പോയിന്റ് ഗ്രീനാണ്. അതേപോലെ ഹാങ്സങ് 372 പോയിന്റ് ഗ്രീനാണ്. എന്തായാലും മറ്റുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ ഗ്രീനാണ്. ഇന്ത്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 54 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 92 പോയിന്റിന്റെ അഥവാ 0.41% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടി. ഇന്ന് ഓപ്പണായ 22,422 നിന്നും 19 പോയിന്റ് നഷ്ടത്തിൽ 22,402 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് കഴിഞ്ഞ 5 ദിവസത്തെ ക്ലോസിംഗുമായി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ പ്രൈസ് ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ദിവസത്തെയും ക്ലോസിംഗ് ഇൻട്രാഡേയിൽ നെഗറ്റീവ് ആണെങ്കിലും ക്ലോസിങ് ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിലാണ് ഇന്നത്തെ ക്ലോസിങ് കിട്ടുന്നത്. സോ ഒരു അപ്പ് മൂവ്മെൻറ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇൻട്രാഡേ ട്രേഡേഴ്സിന് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നിഫ്റ്റി 50ലുള്ള 50 സ്റ്റോക്കുകളിൽ 24 ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 26 നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഹിന്ദാൽകോ, സിപ്ല, JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ മുകളിലോട്ട് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ടാറ്റ കൺസ്യൂമർ, ഗ്രാസിം, ബജാജ് ഓട്ടോ, ടെക് മഹീന്ദ്ര ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ വലിച്ച് താഴോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരാഴ്ചത്തെ അല്ലെങ്കിൽ 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 63 പോയിന്റിന്റെ ഒരു ലാഭമാണ് ഇതുവരെ ഉണ്ടായിട്ടിരിക്കുന്നത്. ഈ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അതേസമയത്ത് ഈ ഏപ്രിൽ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 53 പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 0.78% വർദ്ധിച്ച് 10.28 എത്തിയിട്ടുണ്ട്. ഇന്ന് നോർമൽ CPR ആയിരുന്നു. പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്തിട്ടില്ല നിഫ്റ്റിയിൽ. സോ അത് നാളത്തേക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ്. കാരണം നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്.
ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 48,121 ഓപ്പണായി 68 പോയിന്റ് ലാഭത്തിൽ 48,189 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,391 ഓപ്പണായി 51 പോയിന്റ് ലാഭത്തിൽ 21,443 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 73,958 ഓപ്പണായി 104 പോയിന്റ് നഷ്ടത്തിൽ 73,853 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 10,823 ഓപ്പണായി 13 പോയിന്റ് ലാഭത്തിൽ 10,836 ക്ലോസ് ചെയ്തു. ദെൻ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വീണ്ടും വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. $82.7 ക്രൂഡ് ഓയിലിന്റെ പ്രൈസ്. ഗോൾഡ് റേറ്റും വീണ്ടും തിരിച്ച് പൊങ്ങുന്നുണ്ട്. $2,316 ഗോൾഡിന്റെ റേറ്റ്. USD INR റേറ്റും ഒരു വിധം നില മെച്ചപ്പെടുത്തുന്നുണ്ട്. 83 രൂപ 32 പൈസയാണ് ഒരു $1 വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് നാളെ രാവിലത്തേക്ക് അത് മാറ്റിവെക്കാം. സോ സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി മീഡിയ, IT ഇത്രയും സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മറ്റെല്ലാം തന്നെ ഇന്ന് പോസിറ്റീവിലാണ്. ETF-ലേക്ക് വരികയാണെങ്കിൽ ഓട്ടോ ബീസ്, IT ബീസ് ഈ രണ്ട് ETF-കൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഹിന്ദാൽകോ ഇന്ന് 3.96% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ടാറ്റ കൺസ്യൂമർ 5.48% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. ഹിന്ദാൽകോ, സിപ്ല, JSW സ്റ്റീൽ, കുമിൻസ് ഇന്ത്യ, ടാറ്റ സ്റ്റീൽ, ജിന്ദാൽ സ്റ്റീൽ, കോൺകർ, ചോല ഫിനാൻസ്, ആസ്ട്രൽ, AU ബാങ്ക്, ട്രെൻഡ്, വേദാന്ത ലിമിറ്റഡ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ ടാറ്റ കൺസ്യൂമർ, ആസ്റ്റർ DM, ICICI പ്രൂലി, ദെൻ പെർസിസ്റ്റന്റ്, ഗ്രാസിം, ബജാജ് ഓട്ടോ, ടെക് മഹീന്ദ്ര, HDFC ലൈഫ്, TCS, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഓറോഫാർമ, അദാനി എന്റർപ്രൈസസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും മാർക്കറ്റിൽ ക്ലോസ് ചെയ്തു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,366 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 840 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.9 അഥവാ ന്യൂട്രൽ മോഡിലാണ് നിൽക്കുന്നത്. 22,402 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 18 പോയിന്റ് മുകളിലായിട്ട് 22,420 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിന്റെ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് 22,500 $1,55 ലക്ഷം കോൾ റൈറ്റിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതേസമയം പുട്ട് റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് 22,000 $1,12 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ PCR നോക്കുകയാണെങ്കിൽ 1.01 ആണ് വന്നിരിക്കുന്നത്. ഒരു പരിധി വരെ ബുള്ളിഷ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് തന്നെ പറയാം. 1 ആണ് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ആയിട്ട് വരുന്നത്. 48,189 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 1 പോയിന്റ് മുകളിലായിട്ട് 48,190 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് 48,500 12 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ടിൽ വന്നിരിക്കുന്നത് 48,000 11 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു നിഫ്റ്റിയുടെ ഒരു ന്യൂട്രൽ, രണ്ടും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നാളെ റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണ്. ഒത്തിരി കമ്പനീസ് ഉണ്ട്, കാരണം റിസൾട്ടിന്റെ സീസണാണ് ഇപ്പോൾ. ബജാജ് ഫിനാൻസ്, അതേപോലെ വെൽസ്പൺ ലിവിംഗ്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, KPI ഗ്രീൻ എനർജി, ACC, സെൻസർ ടെക്നോളജീസ്, കോറമണ്ടൽ ഇന്റർനാഷണൽ, സിഎൻഡ്, അവാൻറ്റൽ, ജയ് ബാലാജി ഇൻഡസ്ട്രീസ്, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത്. ഇനി ഗ്ലോബൽ ഈവൻസ് നാളെ വരാനുള്ളത് ഒത്തിരി ഈവൻസ് വരാനുണ്ട്. കൊറിയ ബിസിനസ് കോൺഫിഡൻസ്, കൊറിയ GDP ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ, ജർമ്മനി GFK കൺസ്യൂമർ കോൺഫിഡൻസ്, ഫ്രാൻസ് ബിസിനസ് കോൺഫിഡൻസ്, UK CBI ഡിസ്ട്രിബ്യൂട്ടീവ് ട്രേഡ്സ്, ഫ്രാൻസ് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ക്ലെയിംസ്. US ഒരുപാട് ഈവൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് പ്രോബ്ലി എനിക്ക് രാവിലത്തെ സെഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 11 ട്രേഡുകളിൽ നിന്നും 1:2.09 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ ഉപയോഗിച്ചിട്ട് 0.91% അഥവാ 5,484 രൂപയുടെ പ്രോഫിറ്റാണ് എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ 1.4% പ്രോഫിറ്റാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 0.4 ജസ്റ്റ് ബ്രേക്ക് ഈവനായി. ഫിൻ നിഫ്റ്റിയിൽ 1.9 പ്രോഫിറ്റാണ്. മിഡ് ക്യാപ്പിൽ 1.3 ലോസ് ആണ്. സെൻസെക്സിൽ 2.2 പ്രോഫിറ്റാണ്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആയതേ ഉള്ളൂ, 600 രൂപയുടെ പ്രോഫിറ്റാണ്. മൊത്തത്തിൽ ഈ മാസം നോക്കുകയാണെങ്കിൽ 28.97% പ്രോഫിറ്റാണ് ഞങ്ങൾ റിസർവ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് റാസ് ലെവൽസിലേക്ക് പോവുകയാണെങ്കിൽ റാസ് ലെവൽസ് ഇന്ന് നമ്മൾ ഘോരഘോരം പ്രസംഗിച്ച് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിക്കായിട്ട് കാത്തിരുന്നതാണ്. പക്ഷേ മോർണിംഗിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട്, അതായത് ബ്രേക്ക് ഔട്ട് ലൈനിൽ നിന്നും മുകളിലോട്ട് കയറിയിട്ട്
R1 കൺസോൾഡേറ്റ് ചെയ്തു, മറ്റൊന്നും സംഭവിച്ചില്ല. വൈകുന്നേരം വരെയും അവിടെ തന്നെ അത് മാർക്കറ്റ് ഒരുപാട് സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് അങ്ങനെ അത് അവിടെ കഴിഞ്ഞുകൂടി. മറ്റൊന്നും സംഭവിച്ചില്ല. മാർക്കറ്റിൽ ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. മൂവ്മെൻറ്റ് തീരെയില്ല. വളരെ നാരോ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് കിട്ടുന്നത്. ഭയങ്കര ഒരു ഇൻട്രാഡേ ട്രേഡേഴ്സിനെ തേച്ചൊട്ടിക്കുന്ന രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിഫ്റ്റിയിൽ ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നിഫ്റ്റി ശരിക്കും വീഴാനായിട്ട് തയ്യാറെടുക്കുകയാണ് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, നിഫ്റ്റി വീഴാൻ തയ്യാറാവുന്നുണ്ട് എന്ന കാര്യം. അപ്പോൾ ഒരു വൻ വീഴ്ചക്കായിട്ട് തയ്യാറാകുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. ഇന്നത്തെ ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ തന്നെ അറിയാം, ഒരു അൺസർട്ടനിറ്റി, ആർക്കും ഒന്നും മനസ്സിലാവാത്ത ഒരവസ്ഥ ഇവിടെ കൃത്യമായിട്ടുണ്ട്. ഇന്നലത്തെ ഹൈ കട്ട് ചെയ്തിട്ടുണ്ട്, ഇന്നലത്തെ ഡേ ലോ കട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ബോഡി ഇന്നലത്തെ ബോഡിയെ വിഴുങ്ങുന്ന രീതിയിൽ ചെറിയതായിട്ടാണ് വന്നിരിക്കുന്നത്. സോ സെൻസെക്സും അതേ രീതിയിൽ എൻഗൾഫിംഗ് ആണ്. ഇനി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. ഈ മാസത്തെ ടാർഗറ്റിന് മുകളിലായിട്ട് അത് ക്ലോസിംഗ് തന്നിട്ടുണ്ട്. ഒരു പോസിറ്റീവ് വൈബ് ഇതിനകത്ത് കാണുന്നുണ്ട്. ഒരു അപ്പ് സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ സംഭവം ഗ്രീൻ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ എൻഗൾഫിംഗ് രീതിയിൽ മൂന്നാമത്തെ ക്യാൻഡിലും വന്നിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഇടിഞ്ഞൂത്തി താഴെ പോകുമോ എന്നുള്ളത് കണ്ടറിയണം. ഇതിൽ കൃത്യമായിട്ടൊരു പ്ലസ് ഓർ മൈനസ് ഒന്നും തന്നെ ഞാൻ പറയാതെ ഒഴിവാക്കുകയാണ് ബാങ്ക് നിഫ്റ്റിയെ. ബാങ്ക് എക്സിലും അതേ രീതിയിലാണ്. ഇനി ഫിൻ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ എൻഗൾഫിംഗ് ആയിട്ടുള്ള ക്യാൻഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്നും പറയാതെ ഈ മാസത്തെ ടാർഗറ്റ് ഓൾറെഡി ഫിൻ നിഫ്റ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാതെ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ദെൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോ പോസ്റ്റ് മാർക്കറ്റ് ഇപ്പോൾ 23-ാം തീയതിയത്തെ വീഡിയോ മൊത്തത്തിൽ ഒരു 1793 പേരാണ് ഇതുവരെയായിട്ട് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. ഈ ചാനൽ ഇതുവരെയായിട്ട് 9610 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദെൻ 55 കമൻറ്റുകൾ ഇതിന് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഒരു പ്രതിദിനം 500 പോയിന്റ് ഗ്യാപ്പ് ഡൗൺ ഇല്ലാതെ ഓപ്പൺ ചെയ്ത ശേഷം ഇറങ്ങിയാൽ കുശാലായി. ഏപ്രിൽ 1 മുതൽ ആളെ വിഡ്ഢിയാക്കുകയാണ്. തീർച്ചയായിട്ടും അതെ, ഏപ്രിൽ മാസത്തിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടിക്കൊണ്ട് ഇതാരെ പറഞ്ഞു, മുരുകദാസൻ. ദെൻ ബാക്ക് ബെഞ്ചർ, താങ്ക്സ് ഫോർ ഇൻഫർമേഷൻ. സജിത് തമ്പുരു, ദെൻ കിഷോർ കുമാർ MK, ഗ്രാൻഡ് കൊച്ചിൻ. ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ മാർക്കറ്റ് നോക്കിയിരിക്കാം. തീർച്ചയായിട്ടും എനിക്കത് തോന്നുന്നുണ്ട്. ജൂൺ മാസം വരെ നമ്മൾ ഈ ഒരു വലിപ്പിക്കൽ ഉണ്ടാവും എന്നുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ. ഇതാരമാണ് ലിജി KS. ദെൻ വിജയകുമാർ തെറ്റിക്കാട്ടിൽ, താങ്ക് യു വെരി മച്ച്. രഞ്ജിത്ത് നെടുമ്പറമ്പിൽ, താങ്ക് യു വെരി മച്ച്. ആൻഡ് ജയചന്ദ്രൻ, സോറി സർ, നിഫ്റ്റി ഉയരങ്ങളിലേക്കാകാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദെൻ ട്രാവലർ മലയാളം, ബാദുഷാ, ചാർട്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ലൊരു കറക്ഷൻ അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ മണി കൺട്രോളിൽ ഇങ്ങനെ ഒരു ബെയറിഷ് മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് എന്ന ഒരു അനലിസ്റ്റ് റിപ്പോർട്ട് അതിനകത്ത് കണ്ടിരുന്നു. ജസ്ലു ഹാരിസ്, സൈഡ് വൈസ് മൂവ്മെന്റ് അല്ല ഇലക്ഷൻ കഴിയുന്നത് വരെ തീർച്ചയായിട്ടും ഇലക്ഷൻ കഴിയുന്നത് സൈഡ് വൈസ് എന്ന് മാത്രമല്ല അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും. എങ്ങോട്ട് പോകും, നമ്മൾ തെക്കോട്ട് പോകുന്ന ഇത് വടക്കോട്ടോ കിഴക്കോട്ടോ പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. സൈനുലാബ്ദീൻ, ആസ്റ്റർ DM എത്ര ശതമാനം വീഴും? ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ അത്ര ഇന്നലെ 20% മുകളിൽ താഴോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറയുന്ന വാല്യൂസ് എപ്പോഴും ശ്രദ്ധിക്കുക. ഓപ്പണായ സ്ഥലത്ത് നിന്നും എവിടെ പോയി ക്ലോസ് ചെയ്തു എന്നാണ്. ഞാൻ ഇന്നലത്തെ ഡാറ്റ റെഫർ ചെയ്യാറില്ല, മീൻസ് ഞാൻ അതിൽ കൺസിഡർ ചെയ്യാറില്ല ഈ ഒരു വാല്യൂ പറയുമ്പോൾ. അരുൺ എന്ന വാട്ട് ഹാപ്പൻ ടു ആസ്റ്റർ DM? തീർച്ചയായും 20%. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഡൊണാൾഡ്, നോ കറക്ഷൻ ഷുവർ. ഡൊണാൾഡ് പറഞ്ഞിരിക്കുന്ന കറക്ഷൻ ഉണ്ടാവില്ല എന്നാണ്. ഈഗിൾ നെയിൽ, വിക്സ് കുറയുമ്പോൾ മാർക്കറ്റ് അപ്പിലേക്കല്ലേ പോവുക എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. അത് രണ്ടിനും സാധ്യതയുണ്ട്. വിക്സ് കുറയാന്ന് പറഞ്ഞാൽ മൊമെൻറ്റം കുറയുക, അല്ലെങ്കിൽ ഈ ഒരു വൊളാറ്റിലിറ്റി കുറയുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. വൊളാറ്റിലിറ്റി കുറഞ്ഞിട്ട് മാർക്കറ്റ് എപ്പോഴും അങ്ങനെ നിൽക്കില്ല. കാരണം ഒരേപോലെ ഒരു മരവിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ആ സമയത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാർക്കറ്റിനെ വലിച്ചങ്ങ് താഴെ കൊണ്ടുപോകാറാണ് പതിവ്. ഇത് എപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് വിക്സ് കൂടാൻ ഒന്നുകിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ വിക്സ് കൂട്ടിയിരിക്കും, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിലും വിക്സ് കൂടുക തന്നെ ചെയ്യും. മാർക്കറ്റിൽ ഫോള് വരുമ്പോൾ ഈ ഫിയർ ഇൻഡെക്സ് ഭയങ്കരമായിട്ട് കൂടും, അതായത് വിക്സ് ഭയങ്കരമായിട്ട് കയറും. പക്ഷേ അതേസമയത്ത് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിൽ പോകുമ്പോൾ അത്രയും കയറാറില്ല എന്നുള്ളതാണ് സത്യം.
ഇലക്ഷൻ റിസൾട്ട് വരെ ഭയങ്കര ഇടിവുണ്ടാകും എന്ന ധാരണ എനിക്കില്ല. ഇത് ഫിറോസ് ഭായ് പറഞ്ഞിരിക്കുന്നതാണ്. ഒരു വോളാറ്റിൽ അത്രയേ ഉള്ളൂ. ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. സ്ട്രിക്ട്ലി SL വെച്ചാൽ തീരും. ഓക്കെ, തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആയിരിക്കും. കാരണം ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ. ദെൻ അംസു നാലകത്തിക്ക പേടിപ്പിക്കല്ലേ? പേടിപ്പിച്ചതല്ല ബ്രദർ, എൻ്റെ മുന്നിൽ കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അത് സംഭവിക്കണം എന്ന് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഡാറ്റ വന്നു, ഒരു നിഗമനത്തിൽ എനിക്ക് എത്താൻ പറ്റി. സോ ഞാനത് ഷെയർ ചെയ്തു. ഷാജി മോൻ എബ്രഹാം, എയ്തർ ലെഫ്റ്റ് ഓർ റൈറ്റ്. ഓക്കെ. സജി 20 to 300 സപ്പോർട്ട്. ഓക്കെ. ധനം, പൊന്നുമോനെ അതിന് സാധ്യത കുറവാണ്. ഇതാരാണ് ധനം എന്ന് പറഞ്ഞാൽ ഒരു പൊന്നു സാറേ, അതിന് സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ദെൻ നാരായണി, പേടിപ്പിച്ചതല്ല മാഡം, ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ മനസ്സിൽ എത്തിപ്പെട്ട ഒരു നിഗമനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. എന്താ പറയുക, അങ്ങനെ ഒരു നിഗമനത്തിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു വ്യൂവിൽ എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് തള്ളിക്കളഞ്ഞേക്കുക, അതിനെ മനസ്സിൽ കയറ്റിയേ വേണ്ട. മുരുകദാസ്, നിഫ്റ്റി ഒരു 5000 പോയിന്റ് ഇറങ്ങി വരും, അതായിരിക്കും സ്വർണം വില കൂടുന്നത്. സ്വർണം വില കൂടുന്നതും മിഡിൽ ഈസ്റ്റിലെ യുദ്ധവും ഇലക്ഷനും ഒക്കെ തന്നെ ഇതിൽ പ്രശ്നമാണ്. അപ്പോൾ ഷാജൻ PP, എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. പിന്നെ ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ നോക്കുകയാണെങ്കിൽ എക്സലൻ്റ് അനാലിസിസ്. ഓക്കെ. ഡിസിപ്ലിൻ ലീഡ് സക്സസ്. ഓക്കെ, ഫിറോസ് ഭായ് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു മെസ്സേജാണ്. ദെൻ ഒത്തിരി പേര് മെസ്സേജ് താങ്ക് യുവും ഒക്കെ ഇട്ടിട്ടുണ്ട്. അവർക്കൊക്കെ താങ്ക് യു ഞാൻ അങ്ങോട്ട് പറയുകയാണ്. ഇവിടെ നൗഫ്, എൻ്റെ ഒരു ഫ്രണ്ടിനെ അഡിഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഫുൾ ട്രേഡ് ചെയ്ത് പൈസ ഒരുപാട് കളഞ്ഞു. ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും പൈസ കടം മേടിച്ച് വീണ്ടും ട്രേഡ് ചെയ്ത് അതും കളഞ്ഞു. അവന് ട്രേഡിങ് ഫുൾ അഡീഷനായി. തീർച്ചയായിട്ടും ഭയങ്കര അപകടമുള്ള ഒരു സംഭവമാണ്. നമ്മൾ എന്താ പറയുക, ഒരു കുടുംബം തന്നെ കുട്ടിച്ചോറാക്കുക എന്നറിയില്ല, ആ ഒരു സംഭവമാണ് ട്രേഡിങ്ങിൽ അഡിക്ഷൻ വന്നാൽ ഉണ്ടാവുക. നമ്മൾ ആദ്യം നമ്മുടെ കാശ് കൊണ്ട് ട്രേഡ് ചെയ്യും. ആ കാശ് തരുമ്പോൾ വീട്ടിൽ നിന്ന് പല രീതിയിലും കടം വാങ്ങിച്ചും വീട്ടുകാരുടെ കാശ് ട്രേഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അയൽപക്കക്കാരുടെ കാശ് ട്രേഡ് ചെയ്യും. അതിനുശേഷം നാട്ടുകാരുടെ കാശ് ട്രേഡ് ചെയ്യും. അതിനുശേഷം എല്ലാവരും കൂടി നമ്മളെടുത്ത് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ അല്ല ഡി അഡിക്ഷൻ സെൻറ്ററിലും കൊണ്ടുപോയിട്ട് ഇടും. അതാണ് സംഭവിക്കാറുള്ളത്. ട്രേഡിങ് അറിയാത്തവർ ട്രേഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അറിയുന്നവരാണെങ്കിൽ അവർ സർവൈവ് ചെയ്ത് പോകും, അതിന് കുഴപ്പമൊന്നുമില്ല. ദെൻ ഇവിടെ റഹ്മാൻ 100 അബ്ദു, ഇന്ത്യ വിക്സ് ഫോൾ ആയത് മാനിപ്പുലേറ്റ് ചെയ്തത് ആയിരിക്കുമോ? നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നത്? ഇത് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ വിട്ടുപോയി. ഞാൻ പരമാവധി അടുത്ത വീഡിയോയിലേക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം. ഒന്നുകൂടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇതേ കമൻറ്റ് ഇടണേ. അങ്ങനെയാണെങ്കിൽ നാളത്തേക്ക് എനിക്കത് ഓർമ്മയുണ്ടാവും തീർച്ചയായിട്ടും. ഓൾറൈറ്റ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, അപ്പോൾ മറക്കരുത്. അപ്പോൾ നാളെ രാവിലെ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.